ടോക്കിയോയിലെ തണുപ്പ് കാലത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള കുതിച്ചുകൊണ്ടാണ് ജപ്പാനിലെ സതേൺ ഐലൻഡായ ഒക്കിനാവയിലേക്ക് പറന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അടുത്തായതുകൊണ്ട് അതിശൈത്യം ഒക്കിനാവയെ ബാധിക്കുന്നില്ല. ഇവിടുത്തെ കടൽ കാണുമ്പോൾ ഇന്ദ്രനീല കല്ലുകളും മരതക കല്ലുകളുമൊക്കെ ഓർമ്മ വരുന്നു. അത്രയ്ക്ക് തിളക്കം. വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആയ സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ്, പിന്നെ കയാക്കിംഗ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. ആദ്യമായി ഞാൻ ചെയ്ത ആക്ടിവിറ്റി സ്നോർക്കലിംഗ് ആണ്. കടലിന്റെ അധികം ആഴമില്ലാത്ത ഭാഗത്താണ് ഇത് നടത്തുന്നത്. ശ്വാസം എടുക്കുന്നത് വാ കൊണ്ടാണ്, ഒരു പൈപ്പിലൂടെ. നീന്തൽ അറിയില്ലെങ്കിലും ധൈര്യമായി ചെയ്യാവുന്ന ആക്ടിവിറ്റി. ഷാലോ വാട്ടേഴ്സിലെ മീനുകളെയും ചെറിയ കോറൽസിനെയും ഒക്കെ കണ്ടു. അടുത്തതായി ഞാൻ പോയത് റിയോക്യു മുറ എന്ന ഒക്കിനാവൻ വില്ലേജ് മ്യൂസിയത്തിലാണ്. പണ്ട് ഒക്കിനാവയിൽ ജീവിച്ചിരുന്ന റിയോക്യു വംശജരുടെ ജീവിതശൈലിയും മറ്റും അടുത്തറിയുവാനായി ഒരു കൾച്ചറൽ പെർഫോമൻസും എനിക്ക് കാണാൻ സാധിച്ചു.